കിച്ചു ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? അഭിനയിക്കേണ്ട സ്ഥാനത്ത് തൊട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ അഭിനയിക്കും. അത് എന്റെ കംഫോർട്ടാണ്. അത് ഈ നാട്ടുകാരും ആര് പറഞ്ഞിട്ട് ഞാൻ കേൾക്കത്തില്ല. കാരണം നമസ്കാരം. രേണു സുധി, കൊല്ലം സുധിയുടെ വൈഫായ രേണു സുധി ഇപ്പം റീസെന്റ് ആയിട്ട് കുറെ വിവാദങ്ങളിൽ പെട്ടു നിൽക്കുകയാണ്. അവസാനം ഒരു മാസം മുമ്പ് ദാസേട്ടൻ കോഴിക്കോടുമായി ചെയ്ത ഒരു റീല് വളരെ വിവാദമായി. പക്ഷേ റിയാക്ഷൻ ചാനലുകൾ ഉൾപ്പെടെ ഏതാണ്ട് 90% ആൾക്കാരും രേണു സുധിക്ക് പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം രേണു സുധി എന്ത് ചെയ്തു? ഇപ്പം റീസെന്റ് ഒരാഴ്ചക്ക് മുമ്പ് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു. അതിൽ ഞാൻ വിവാഹിതരായി എന്ന് പറഞ്ഞൊരു തെറ്റിദ്ധാരണയൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു. ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തവരെല്ലാം എഗെയിൻസ്റ്റഡ് ആയി. സപ്പോർട്ട് ചെയ്തവരെല്ലാം എന്തിനിങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് എന്തിന് റീച്ച് നേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ, അതായത് ഓപ്പോസിറ്റ്, നേരത്തെ സപ്പോർട്ട് ചെയ്തവരെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന അവിടെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടുണ്ട്. ഈ ഫൈനൽ പിന്നീട് ന്യൂസിൽ തന്നെ ഇപ്പോൾ അതിന്റെ ഒരു രേണു സുധിയുമായിട്ട് മറ്റൊരു ഇന്റർവ്യൂ കൂടി വന്നിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ട് ഇപ്പൊ കുറച്ച് മുമ്പെയാണ് അവർ റിലീസ് ചെയ്ത്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യമേ തന്നെ ഞാനൊരു പറയാം, ഈ ഒരു വീഡിയോ ഇടുന്നത് ഒരിക്കലും രേണു സുധിയെ കുറ്റം പറയാനോ അവരെ പോയി തെറി വിളിക്കാനോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന രേണു സുധി അതിനകത്ത് പറയുന്നുണ്ട്, വിമർശനങ്ങളൊക്കെ ഞാൻ ഏറ്റുവാങ്ങുന്നത് ശരിയൊക്കെ തന്നെ. പക്ഷെ തെറി നിങ്ങൾ ആരുടെത്തായാലും എവിടെ പോലും നിങ്ങൾ ഈ തെറി ചെന്ന് വിളിക്കുമ്പോൾ എന്ത് കുറ്റം ചെയ്താലും തൂക്കിക്കൊല്ലാനുള്ള കുറ്റങ്ങളും കാര്യങ്ങളൊന്നും രേണു സുധി ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. തൂക്കിക്കൊല്ലാണ്ട ആവശ്യം അപ്പൊ അവിടെ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇപ്പം എന്റെ എതിർപ്പ് എനിക്ക് എന്തുകൊണ്ടാണ് അതെനിക്ക് ശരിയായിട്ട് തോന്നിയത് എന്നുള്ളത് ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായിട്ട് പറയാം. നിങ്ങൾ അവിടെ ചെന്ന് തെറി വിളിക്കുമ്പോൾ അത് ഈ പറയുന്ന മാന്യമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നവരെ കൂടി ഇത് ബാധിക്കും. അതുകൊണ്ട് ദൈവം നിങ്ങൾ തെറി വിളിക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളതുണ്ട്. അത് മാന്യമായിട്ട് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെറുക്കുന്നു, അല്ലെ എന്തിന് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്ന രേണു സുധിന്റെ ഒരു സംഭവമുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ രേണു സുധിയെ എന്തുകൊണ്ടാണ് പിന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത്, അല്ലെ എങ്ങനെയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത് എന്ന് രേണു സുധി ആദ്യം അറിയണം. എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത്? അതായത് സുധി എന്ന് പറയുന്നത് വളരെ കൊയിറ്റായിട്ടുള്ള, വളരെ എന്താ പറയുന്നത്, വളരെ കാമായി ഒരു അഹങ്കാരവും പോലും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഈ പറയുന്ന കാര്യം നമ്മുടെ കൊല്ലം സുധി. ഈ കൊല്ലം സുധിയുടെ ഭാര്യയായ താങ്കളെയും അതേ രീതിയിലാണ് ആൾക്കാർ ഇഷ്ടപ്പെട്ടത്. മനസ്സിലായോ? താങ്കൾ ഒരിക്കൽ ആദ്യമായിട്ട് ഈ പറയുന്ന ഫ്ലവേഴ്സിൽ വന്നപ്പോഴുള്ള താങ്കളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും താങ്കളുടെ ആ ഒരു ബോഡി ലാംഗ്വേജും താങ്കളുടെ ആ നിഷ്കളങ്കമായ ഒരു ചിരിയൊക്കെ ഉണ്ട്. ആ ചിരി രേണു സുധി ആദ്യം കാണണം. ഞാൻ അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ആദ്യം ഞാൻ ഇവിടെ കൊടുക്കും. നിങ്ങൾ ഇവിടെ കണ്ടു കേട്ടോ. നമ്മളെ വാവക്കുട്ടി എന്നാണ് നമ്മുടെ സുധിച്ചേട്ടൻ വിളിക്കണേ. തിരിച്ചെന്താ വിളിക്കാറ്? അയ്യടാ വാവക്കുട്ടനും സുധിക്കുട്ടനും. ശരി, കേക്കട്ടെ. പിന്നെ സൂചിച്ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ സൂചിച്ചേട്ടനുമായിട്ട് സ്നേഹമായി. കിച്ചുവിനെ എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെ കണ്ടു. അവൻ എന്നെ അമ്മയെന്ന് വിളിച്ചു. അന്ന് മുതൽ ആദ്യത്തെ കല്യാണമായിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ. കിച്ചുവിനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് രേണു. എങ്ങനെയാണ് കിച്ചു ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? രേണു ചിരിച്ച ആ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരി രേണുവിന്റെ മുഖത്തുണ്ടാവും. ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്കത, ആ ഒരു സാധനം രേണുവിന് ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴത്തെ ഇന്റർവ്യൂവിൽ എവിടെയെങ്കിലും രേണുവിന്റെ ഈ ഒരു സാധനം കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു, ആദ്യമായിട്ടാണ് പ്രേക്ഷകർ പലവരും ചോദിച്ച് ആദ്യമായിട്ട് ഫ്ലവേഴ്സ് ടിവിയിലാണ് ഒരു കുടുംബസമേതം വരുന്നത്. അന്ന് രേണു സംസാരിച്ച രീതി, അന്ന് രേണുവിന്റെ ഈ സംസാരവും കാര്യങ്ങളും ആ ചിരിയും അതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഈ പറയുന്ന സുധിയിലുള്ള ഇഷ്ടത്തെക്കാളും രേണുവിനോട് ഒരു ഇഷ്ടം. കാരണം ആദ്യം കല്യാണം കഴിച്ചതാണ്. ഒരു 10-15 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. എന്നിട്ട് പോലും താങ്കൾ എന്ത് ചെയ്തു? ആ പയ്യനെ സ്വന്തം മകനെ പോലെ നോക്കി ഇപ്പോഴും സ്വന്തം അമ്മയെ പോലെ തന്നെ. അപ്പൊ ആ ഒരു നിഷ്കളങ്ക, ആ പറഞ്ഞ ഒരു സംഭവം, അതേ അർത്ഥത്തിലാണ് എന്ത് ചെയ്ത് രേണു സുധിയെ പ്രേക്ഷകർ ഏറ്റെടുത്തത്. മനസ്സിലായോ? ആ പ്രേക്ഷകർ ടപേനം മാറിക്കൊണ്ട് ഇപ്പോ രേണു സുധിന്റെ കൊടുക്കുന്ന ഇന്റർവ്യൂസിൽ മൊത്തം ഏത് ഇന്റർവ്യൂസ് എടുത്താലും, ഒരു 3-4 മാസത്തിനടുത്തുള്ള ഏത് ഇന്റർവ്യൂസ് എടുത്താലും ഒരു പുച്ഛഭാവം, ഒരു അഹങ്കാരഭാവം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ധാർഷ്ട്യമല്ലാതെ മറ്റെന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? കാണാൻ സാധിക്കില്ല. നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ ചെറിയ ഭാഗങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ആൻസർ പറയാം. ഓക്കെ. ഈ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ വെറുതെ വീട്ടിലിരുന്നെങ്കിൽ എനിക്കുള്ള ചെലവിന് ആരും കൊണ്ടുപോയി തരത്തില്ല. അപ്പൊ നിങ്ങൾ വിമർശിക്കുന്നവര് വിമർശിച്ചോളൂ, ഞാനിത് ചെയ്യും, എനിക്ക് എന്റെ ചെലവിന് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന്. അപ്പൊ ഈ വിമർശനങ്ങള്, അതായത് സുധിച്ചേട്ടന്റെ ഭാര്യ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ഇപ്പോഴും പറയുന്ന ആളുകളോട് എന്താ? കച്ചവടമാക്കുന്നു. ഇവര് പറയുന്നത് കച്ചവടമാക്കുന്നു. എനിക്കൊരു യൂട്യൂബ് ചാനൽ പോലും ഇല്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എല്ലാവരും പറഞ്ഞേ, നിനക്ക് യൂട്യൂബ് ചാനൽ ഇല്ലേ? എനിക്കില്ല. പിന്നെ ഞാൻ ഏത് രീതിയിലാണ് കച്ചവടമാക്കുന്നത്? ഇൻസ്റ്റയിൽ എനിക്ക് പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ ഏത് രീതിയിലാണ് കച്ചവടമാക്കുന്നത് എനിക്കറിയത്തില്ല. പിന്നെ റീൽ ചെയ്യുന്നു നമ്മൾ പൈസയ്ക്കാണോ? അല്ല, അത് നമ്മുടെ ടൈം പാസ്.
പിന്നെ പ്രൊഫഷണലായിട്ട് അഭിനയിക്കുന്നത്, നാടകമൊക്കെ അഭിനയിക്കുന്നത് നമ്മുടെ വരുമാന മാർഗം തന്നെയാണ്. അതുപോലെ പാഷനുമാണ്. പാഷൻ ഇല്ലാതെ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യില്ലല്ലോ, നമുക്കൊരു ഇഷ്ടം വേണ്ടേ. ഓക്കെ, ഇവിടെ കച്ചവടമാക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ റീൽസ് ചെയ്യുന്നത് അതെന്റെ ഒരു പാഷനാണ്, അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ്, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഈ പറയുന്ന പിന്നെ രേണു പറയുന്നത്. രസത്തിന് വേണ്ടി, സന്തോഷത്തിന്, ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ രസത്തിന് വേണ്ടി ഇത് തന്നെ വേണോ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള റീൽ തന്നെ വേണോ എന്ന് ആൾക്കാർ ചോദിച്ചാൽ അതിന്റെ മറു ക്വസ്റ്റ്യൻ വേണം. പിന്നെ ഇതുവഴി ഒരു ബെനിഫിറ്റും ഇല്ല എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. കാരണം ആ റീൽസിൽ ചിലപ്പോൾ ചെയ്തതിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടിക്കാണത്തില്ല. അത് നിങ്ങൾക്ക് ഒരു ഫെയിം ഉണ്ടാക്കി തരാൻ മാത്രമേ ഉപകരിച്ചിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷമുള്ള ഈ പറയുന്ന ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ആ റീല് തന്നെ ഒരു കൊളാബ് ചെയ്തതിലൊക്കെ കുറച്ച്, അപ്പൊ ഇതെല്ലാം ക്യാഷ് തന്നെയാണല്ലോ. വെറുതെ വന്നിട്ട് എനിക്കൊരു ഇതൊന്നും പറഞ്ഞിട്ട് ഈ രീതിയിലൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതവിടെ തെറ്റാണ്. എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എവിടെയെങ്കിലും, ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂവിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും, ഈ ഇന്റർവ്യൂ തന്നെ എടുക്കാൻ കാരണം എന്താ, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പിന്നീട് ക്യാഷ് തരാതെ നിങ്ങൾ അവിടെ വന്നിരിക്കത്തുമില്ല. മനസ്സിലായോ? അടുത്തത് ദാസേട്ടന്റെ കൂടെ ഇഴുകി ചേർന്ന് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ ഉണ്ടല്ലോ. ഇഴുകി ചേർന്ന് അഭിനയിച്ചതാണ് പ്രശ്നം. അതായത് അയ്യോ സുധിച്ചേട്ടനുള്ളപ്പോ ആരെ കൊണ്ടും തൊടിയിപ്പിക്കാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന രേണു ഇപ്പൊ ഇതാ ദാസേട്ടന്റെ കൂടെ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നു. തൊട്ട് അഭിനയിക്കേണ്ട സ്ഥാനത്ത് തൊട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ അഭിനയിക്കും. അത് എന്റെ കംഫോർട്ടാണ്. അത് ഈ നാട്ടുകാരും ആര് പറഞ്ഞിട്ട് ഞാൻ കേൾക്കത്തില്ല. കാരണം ഞാൻ കുറച്ച് ഇവിടെയാണ് വിഷയം. ഇവിടെ പറഞ്ഞില്ലേ, തൊട്ടഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ടഭിനയിക്കും. ഇത് ഈ നാട്ടുകാർ ആ പറയുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ആ പറയുന്ന ഒരു ധാർഷ്ട്യമുണ്ട്, ആ പറയുന്ന ഒരു അഹങ്കാരമുണ്ട്. അവിടെയാണ് പ്രശ്നം. ഇത് തന്നെ നമുക്ക് വളരെ സരളമായിട്ടുള്ള രീതിയിൽ പറയാം. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളെ വിമർശിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരോട് എല്ലാവർക്കും നിങ്ങൾക്ക് പരമാവധി പുച്ഛമാണ്. നിങ്ങൾ എപ്പോഴും ഈ ഒരു പുച്ഛത്തോടെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും പുച്ഛത്തോടെ സംസാരിക്കും. ഇപ്പൊ ഈ വരുന്ന റീസെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ എല്ലാവരും പുച്ഛത്തോടെ എന്തിനാ കാണുന്നത്? ഈ പറയുന്ന നിങ്ങൾ എപ്പോഴും പറഞ്ഞാൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. ഈ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ സമൂഹത്തിന് മുമ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതും കൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ആർട്ടിസ്റ്റ് പഠിച്ചിരിക്കും. ഇപ്പം വലിയ നടിമാരായിക്കോട്ടെ, ഇപ്പം പറയുന്ന വലിയ നടന്മാരായിക്കോട്ടെ, അവരൊക്കെ ആർട്ടിസ്റ്റാണ് അല്ലെ. അവരൊക്കെ ഒരു സമൂഹത്തിനും അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ മറ്റുള്ള വല്ല പ്രേക്ഷകരെ ഈ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും. അവിടെ എങ്ങനെ അതിന്റെ ഒരു പ്രൊഫഷണലിസം അവിടെ കൊണ്ടുവരണം. നമുക്ക് എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണം, നമ്മുടെ ലാംഗ്വേജ് എന്തായിരിക്കണം, നമ്മളൊരു ഒരു എന്താണ് പറയുക, ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് മുന്നിലേക്കാണ് നമ്മൾ ഓരോന്നും പറയുന്നത്. അവിടെ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം, വളരെ ക്വൈറ്റായിട്ടൊന്നും സംസാരിക്കണം എന്നൊരു ചിന്ത ആദ്യം ഈ പ്രൊഫഷണലിസം അവിടെയും കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഇവിടെയൊക്കെ പുച്ഛമാണ്, എല്ലാവരും പുച്ഛം. നീ എന്തിനാ, എനിക്ക് ഇഷ്ടമുള്ള ചെയ്ത് എന്റെ ഇഷ്ടമാണ്, എപ്പോഴും പറയുന്നത് എന്റെ ഇഷ്ടമാണെന്ന് ഈ പറയുന്ന രേണു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി കേൾക്കാം. എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ ചേച്ചി, ചേട്ടന്റെ വൈഫ്, എന്റെ മൂത്ത മോൻ, ചേട്ടന്റെ വൈഫ്, സുചേട്ടന്റെ ഫാമിലി, അങ്ങനെ ഞാൻ കാണുന്നത്. ഇവരോട് ഇത്രയും പേരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് അഭിനയിക്കുന്നത്. വേറെ ആരും ഞാൻ എന്തിനാ നോക്കുന്നത്? ഇളയ കുഞ്ഞിനെ ഒന്നും അറിയത്തില്ല. അപ്പോ ചിലരുടെ പ്രശ്നം എന്ന് പറയുന്നത് നീ എന്ത് വേണേലും ചെയ്തു, ആ സുധിച്ചേന്റെ ഫോട്ടോ ഒന്ന് പ്രൊഫൈലിൽ നിന്ന് മാറ്റിയിട്ട് നീ എന്ത് വേണേലും ചെയ്തു എന്ന് പറയുന്നവരുണ്ട്. മാറ്റാ എന്നാ ഈ പറയുന്നവന്റെ ഫോട്ടോ എങ്ങനെയാ ഞാൻ വെക്കാം. ഇവിടെ ഞാൻ മാറ്റെങ്കിൽ പറയുന്നവന്റെ ഫോട്ടോ എങ്കിൽ കൊണ്ടുപോവാ ഞാൻ വെക്കാം. അതിപ്പം അത് അവരെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് പറഞ്ഞതായിട്ട് കണക്കായിക്കൂടെ. അതായത് ഇപ്പം സുധിയെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരാള് ഇപ്പം പിന്നീട് ഈ പറയുന്ന എന്താണ് മറ്റൊരാളുമായിട്ട് ഇഴുകി ചേരുന്നത്, അത് ഓരോരുത്തരെ കാഴ്ചപ്പെടുന്നു. ചിലപ്പോൾ പലവരും നിങ്ങൾ പറയുന്നത് എനിക്ക് ഇവരുടെയൊക്കെ സഹായങ്ങളിൽ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടില്ലെന്ന് പറയാം. താങ്കൾ നിൽക്കുന്ന വീട് വരെ ഈ പറയുന്ന മറ്റുള്ളവരുടെ സഹായമാണ്. അത് ഈ താങ്കൾക്ക് ഒരു വീട് കിട്ടിയില്ല. ആ വീട് എങ്ങനെയാണ് കിട്ടിയത്? ചുമ്മാ കൊണ്ട് ആർക്കും അറിയാത്ത എവിടെ കിടന്ന ഒരാൾ മരിച്ചെന്ന് കിട്ടത്തില്ല. അവിടെ താങ്കൾക്ക് ഈ ഒരു ഇതിലേക്ക് വരണമെങ്കിൽ ഇവിടെ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ഒരാൾ നല്ല രീതിയിൽ താങ്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവളുടെ ബെനിഫിറ്റിന് വേണ്ടി കൂടി ചെയ്താണെങ്കിലും അതുവഴി പിന്നെ ഈ പ്രേക്ഷകരിലേക്ക് താങ്കളുടെ ആ ഒരു നിസ്സഹായാവസ്ഥ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രേക്ഷക പിന്തുണ താങ്കൾക്ക് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ താങ്കൾക്ക് വീടുന്നത്. പ്രേക്ഷകർ താങ്കളെ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, അതായത് സുധിച്ചേട്ടന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ സുധിയുടെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് പാവമല്ലേ എന്നുള്ള എന്താണ് ഒരു സഹതാപ തരംഗം ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ എന്ത് ചെയ്ത് ഈ പറയുന്ന ആ കമ്പനി താങ്കൾക്ക് ഒരു വീട് വെച്ച് തന്നത്. ഇല്ലെങ്കിൽ അവർ വീട് വയ്ക്കത്തില്ല. എത്രയോ ഭർത്താക്കന്മാർ മരിക്കുന്നു. അപ്പൊ അവിടെയും പ്രേക്ഷകർ നല്ലൊരു പങ്കുണ്ട്. തങ്ങൾക്ക് എന്തെല്ലാം ഉപകാരമായിക്കോട്ടെ, പൈസപരമായിട്ടെ പല പ്രേക്ഷകരും താങ്കളൊന്നും സഹായിച്ചിട്ടില്ല ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ സഹായം വാങ്ങുമ്പോൾ, പലരും സഹായം വാങ്ങുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും കേൾക്കണം. അപ്പൊ ഒരമ്മ താങ്കൾക്ക് ഒരു 100 രൂപ ഇട്ടു, അത് എന്റെ മോള് പാവം ഒന്നുമില്ല, അവളെ കഷ്ടത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞൊരു അമ്മ ഒരു 100 ഇട്ട്, അതിന് ശേഷം താങ്കളെ ഈ ഒരു രീതിയിൽ കാണുമ്പോൾ ചിലവർക്കത് അക്സെപ്റ്റ് ചെയ്യില്ല. അവരതിന്റെ വിഷമം പറയും. അതുകൊണ്ട് എല്ലാവരെയും പുച്ഛിച്ചുകൊണ്ട്
നിങ്ങൾ പോണ എനിക്ക് എന്റെ തോന്നിയതുപോലെ ഞാൻ എന്തും ചെയ്യും, ഇതൊരു അഭിനയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രേക്ഷകർക്ക് തോന്നുന്നു. നാളെ ഇതിപ്പോ എല്ലാ അഭിനയം തന്നെയാണ്. നാളെ ചിലപ്പം ഈ പറയുന്ന രേണു ഇതിനെക്കാട്ടി എന്താണ് ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെക്കാട്ടി വൾഗറായിട്ട് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇന്റിമസി കൂടിയ രംഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന ഏതാണ് വെബ് സീരീസിലോ അങ്ങനെയൊക്കെ സുധി ഈ പറയുന്ന രേണു സുധി അഭിനയിക്കും. അവിടെയൊക്കെ രേണു സുധി പറഞ്ഞതിന്റെ ഇതൊക്കെ ഒരു അഭിനയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും അതിനുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ഇത് പറച്ചിലാണ് എനിക്ക് തോന്നുന്നത്. ഈ അങ്ങോട്ട് കാരണം ഒരു വാശി പോലെയാണ്. നമുക്ക് കഴിഞ്ഞ വട്ടം ദാസേട്ടനുമായിട്ടുള്ള ആ ഒരു റീൽ നമ്മൾ വയറിൽ അമർത്തുന്ന ഒരു സീനാണല്ലോ പ്രശ്നമായത്. ഇപ്പൊ രണ്ടാമത് റീസെന്റ് ആയിട്ട് ഒരു റീൽ വന്നിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി എന്ന് വെച്ചാൽ എന്തൊരു ആരോടുള്ള വാശി, ഞാൻ ഇതല്ല ഇനി അപ്പുറം ചെയ്യുന്ന ആ ഒരു വയറിലുള്ള ആ ഒരു അമർത്തത്തിൽ കൂടി കാഠിന്യം കൂടിയിട്ടുണ്ട്. ഇത് കൂടി അമർത്തി പിടിക്കേണ്ട മേക്കപ്പ് ചെയ്യാനുള്ള ഒരു വാശി, പ്രേക്ഷകർക്കെതിരായിട്ടൊരു വാശി ഈ രേണു സുധീരെ വാക്കുകളിലുണ്ട്. അടുത്ത് വൈഫാണ് ഇന്നും. ഞങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ്. ഞങ്ങൾ മെയ് 7 2017 മെയ് 7 ഞങ്ങൾ രണ്ടുപേരും നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ്. ഞാൻ വേറെ ഒരാളെ കെട്ടിയില്ല. എനിക്ക് വേണമെങ്കിൽ എന്താ കെട്ടാൻ പറ്റത്തില്ലേ, പക്ഷെ ഞാൻ കെട്ടിയിട്ടില്ല. ഞാൻ സുധിച്ചേട്ടൻ്റെ വൈഫാണ്. 10ഉം 12ഉം കെട്ടി നടക്കുന്നവർക്ക് വിഷയമില്ലല്ലോ. ഇതിപ്പോ ഞാൻ എൻ്റെ കെട്ടിയവന്റെ ഫോട്ടോ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മാറ്റിയിട്ട് എൻ്റെ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു, അത് ഞാൻ ചെയ്യും. അത് എൻ്റെ ഇഷ്ടമാണ്. ഈ നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഞാൻ ചെയ്യുക? അവരോട് പറയാം അവരുടെ പ്രൊഫൈൽ മാറ്റാൻ, അവർ മാറ്റുമോ? ഇല്ലല്ലോ. ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യം, എൻ്റെ പേഴ്സണൽ കാര്യമാണ്. സോ അന്ന് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അത് ഞാൻ ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട്, സുധിച്ചേട്ടൻ്റെ പ്രൊഫൈൽ മാറ്റിയിട്ട് വേണ്ടേ നിന്റെ ഈ അഴിഞ്ഞാട്ടം. എന്താ അഴിഞ്ഞാടി? ഞാൻ അഴിഞ്ഞാടിയോ? ഞാൻ അഭിനയിച്ചതല്ലേ. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെ പറഞ്ഞു, ബിക്കിനി ഷൂട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളില്ലേ, ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ. അങ്ങനെ ഞാൻ പറയത്തേ ഇല്ല. അത് അവരുടെ ജോലിയാണ്. ഞാൻ അങ്ങനെ ചെയ്തോ? ഇപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ അതും എൻ്റെ ഇഷ്ടമല്ലേ. അതാരും അതിനകത്ത് ഇടപെടണം. ഞാൻ എന്ത് ഡ്രസ്സിന് അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് അഭിനയിക്കണം, ഞാനും ഒരു മനുഷ്യനാണ്. ഈ ഒരു ഇന്ത്യ ഭൂഖണ്ഡത്തിൽ അല്ലേ, അങ്ങനെയാണോ പറയുന്നത്, അവിടെ ജീവിക്കുന്ന ഒരു ജീവിയാണ്, ഭൂമിയിൽ ജീവിക്കുന്നത്. ശരി, ഓക്കെ. ഇവിടെ രേണു സുധി ഇപ്പോഴും പറഞ്ഞു ഞാൻ എന്റെ ഇഷ്ടമാണ്. നിങ്ങൾ എന്തിന് ഇതിൽ കയറി എന്റെ ജീവിതത്തിൽ കയറി ഇടപെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ രേണു സുധി തന്നെയാണ് എന്താണ് ഈ പറയുന്ന നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഉപകാരങ്ങൾ 1 രൂപ പോലും എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അവരത് ചോദിക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? വേറെ ഒന്നല്ല ഈ പറഞ്ഞ ബിക്കിനി ഷൂട്ട്. കാരണം നാളെ ഈ പറയുന്ന രീതിയിൽ നാളെ താങ്കൾ ബിക്കിനി ഷൂട്ട് ഇട്ടാലും ഇതൊരു അഭിപ്രായം വരും. മനസ്സിലാവും? നമ്മൾ മറ്റുള്ളവരുടെ സഹായം പിന്നെ എന്താണ് വാങ്ങാതെ, അതായത് ഈ പറയുന്ന അന്ന് ഈ ലക്ഷ്മി നക്ഷത്രത്തിലേക്ക് വന്നപ്പോൾ രേണു സുധീരോട് താങ്കളോടുള്ള സ്നേഹം, താങ്കളൊരു അവിടെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയായിട്ട് മറ്റുള്ളവരെ കാണുന്നു. അത് വല്ലാതെ അവന്റെ ആ മണമുള്ള ആ സ്പ്രേ അല്ലേ, അതായത് കൊല്ലം സുധിയുടെ മണമുള്ള സ്പ്രേ വാങ്ങുന്നു. അവിടെയൊക്കെ വളരെ സെന്റിമെന്റൽ ആയിട്ട് ആൾക്കാരെ എന്ത് ചെയ്തു, താങ്കൾ അറ്റാച്ച് ചെയ്തത് കൊല്ലം സുധിയെ വളരെ ആത്മാർത്ഥമായിട്ട് ഊണിലും ഉറക്കത്തിലും കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ആൾക്കാരെ പൊതുവെ നിങ്ങൾ ആദ്യം ഒരു പിക്ചർ കൊടുത്തു. ആ പിക്ചറിൽ നിന്ന് പെട്ടവേനെ ഇങ്ങനെ ഒരു മറ്റൊരു പുരുഷനുമായിട്ട് ഇങ്ങനെ ഒരു റീലിൽ താങ്കൾ ഈ പറയുന്ന നാടകം അഭിനയിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കുറ്റം, ബാക്കി എത്ര റീൽസ് ഇട്ടിട്ടുണ്ട്, വല്ല കുറ്റം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 1-2 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നല്ലാതെ ഈ ഒരു സംഭവം വന്നപ്പോഴല്ലേ ആൾക്കാർ താങ്കൾ കണ്ടത് അല്ലെങ്കിൽ താങ്കൾ പിക്ചറൈസ് ചെയ്ത രീതി, ഇതിനു മുമ്പ് സുധിയുമായിട്ടുള്ള ആ ഒരു താങ്കൾ പിക്ചറൈസ് ചെയ്ത രീതിയാണ് ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്ക് ഇരിക്കുന്നത്, ജനങ്ങളുടെ മനസ്സിലേക്കുള്ളത്. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു തലത്തിലേക്ക് വരുമ്പോൾ അവർ പ്രതികരിക്കും. അതിനൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അതിനൊക്കെ ധാർഷ്ട്യമായിട്ട് നിങ്ങൾ ആര്, നീ നിന്റെയൊക്കെ ചെലവിലാണ് ഞാൻ ഒന്ന് പലപ്പോഴും അവരുടെ ഇപ്പൊ താങ്കൾ താമസിക്കുന്നതിന് മറ്റുള്ളവരുടെ ആരുടെയും പിന്നീട് ഈ പറയുന്നുള്ള സഹായമല്ലേ, ആരൊക്കെ സഹായിച്ചു, പലരും സഹായിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്വന്തം ഇഷ്ടത്തിലെല്ലാം ചെയ്യാമെന്ന് നിങ്ങൾ ആരുമല്ല, ഒരു പുച്ഛമല്ല. എനിക്ക് അത് പറയുന്നതിന്റെ ഒരു രീതി പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഫഷണലിസം ഈ പറയുന്ന വാക്കുകളിൽ മിതത്വം പാലിക്കുക, എങ്ങനെയാണ് ഒരു പബ്ലിക്കിന്റെ മുന്നിൽ സംസാരിക്കുക, അവിടെയും ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. സുധി അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ, പിന്നെ എന്തിനാണ് ഇവറ്റകൾ ഇങ്ങനെ കടന്ന് പറയുന്നത്? എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു കമന്റ്, ഒരു പെണ്ണാണ്, അതൊരു പ്രൊഫൈൽ ഒറിജിനലാണ്, നീ സുധിച്ചേട്ടനോട് ഉണ്ടായിരുന്നപ്പോ നീ പിച്ചക്കാരിയായിട്ട് നടന്നു, ഇപ്പൊ നീ എന്നെ ഇങ്ങനെ നടക്കുന്നേ, അതിന് ഇവരാണോ കണ്ടത്? എന്നെ സുധിച്ചേട്ടൻ പിച്ചക്കാരിയായിട്ട് നടത്തിയെന്ന് ഇവരാണോ കാണുന്നത്? ഞാൻ ലാസ്റ്റ് എനിക്ക് റിപ്ലൈ കൊടുത്ത് മടുത്ത് ഞാൻ ബ്ലോക്ക് ചെയ്തു. എനിക്ക് ഇനി വയ്യ റിപ്ലൈ കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഇനിയും കുറച്ചും കൂടി ഉണ്ട്, ഇത്രയും മതി. അപ്പൊ വീഡിയോ കുറച്ച് ലെന്തി ആയിപ്പോയി. അപ്പൊ ഓക്കെ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം രേണു സുധീരെ ഏറ്റവും വലിയൊരു വിഷയം റീൽസ് ചെയ്യുന്നതിലേക്കാട്ടുപരി ഈ പറയുന്ന ധാർഷ്ട്യമാണ്, ഈ പറയുന്ന അഹങ്കാരമാണ്, ഈ പറയുന്ന ഞാനെന്തോ ആയി എന്നൊരു ചിന്ത
രേണുസുതി മുമ്പോട്ട് വന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുക, രേണുസുതി എന്തായിരുന്നു, ഏത് രീതിയിലുള്ള പിക്ചറൈസേഷനാണ് ജനങ്ങളിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ടപേന മാറുമ്പോൾ രേണുസുതി ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും കഴിയുന്നില്ല ആണ്. അതുമല്ല ഇത് എന്റെ അവകാശമില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. എന്റെ അവകാശമാണെങ്കിലും എന്റെ ഇഷ്ടമാണെങ്കിലും രേണുവിന്റെ തന്നെ ഇഷ്ടമാണെങ്കിലും അതിനുള്ള അഭിപ്രായങ്ങൾ രേണുവല്ല മറ്റാരായാലും പറയും, മനസ്സിലാകും. അപ്പൊ അഭിപ്രായം പറയുമ്പോൾ അഭിപ്രായം പിന്നെ പറയുമ്പോൾ അതിന്റെ ആ സെൻസിൽ എടുക്കുക. പിന്നെ ഈ രേണുവിനെ ഇപ്പൊ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വരും. ഈ പറയുന്ന ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോടിനെ കൂടെ താങ്കളെ യൂസ് ചെയ്ത് ദാസേട്ടൻ കോഴിക്കോട് ചെയ്യുന്ന പുള്ളിയുടെ റീൽസ് ഇട്ട് പുള്ളിക്ക് വൈറലാണ്. അപ്പോഴേ പിന്നെ ട്രെൻഡിൽ കിടക്കുന്നത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിട്ട് അപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിയുമായിട്ട് പുള്ളി റീൽസിലും പുള്ളി അടുത്തടുത്ത് പെൺകുട്ടികൾക്ക് വരെ പുള്ളിയുടെ രീതിയാണ്. പക്ഷെ അവിടെയൊക്കെ ഇനിയിപ്പം നമ്മുടെ ഈ പറഞ്ഞ കഴിഞ്ഞ ജിഷ അമ്മ ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല എന്നൊക്കെ ആ ഒരു സ്ഥിതിയിലേക്ക് പോലും അവരെന്ത് ചെയ്തു, അവർ കുറെ പണവും കാര്യങ്ങളും കിട്ടി, പിന്നെ അവരെന്തോ മറ്റവരായിരുന്ന ഒരു ചിന്ത വന്നു. പിന്നെ ഇപ്പൊ അവസാനം എന്ത് ചെയ്യുന്നു, അവരിപ്പോ എന്താ വീണ്ടും പിച്ച എടുത്തുകൊണ്ട് നടക്കുക, വീണ്ടും പേന വിറ്റുകൊണ്ട് നടക്കുക, ആ രീതിയിലേക്ക് പോലെ അതുപോലെ ആണെന്നല്ല പറഞ്ഞത്. അപ്പോ ഇങ്ങനെ വരുന്ന നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ഇവരെ നീ റീൽ ചെയ്യുക, അല്ലെങ്കിൽ നീ പടത്തിന് പോകുന്ന നീ നല്ല സൗന്ദര്യവതിയാണ്, നീ ഇത് ചെയ്താൽ പെട്ടെന്ന് എന്തെങ്കിലും ഇരിക്കുന്ന അപ്പൊ എന്തെങ്കിലും പണങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് നിങ്ങൾ പണയം വെച്ച് ചെയ്ത് നമുക്ക് വലിയ സ്റ്റാർ ആവാം എന്നൊക്കെ പറഞ്ഞ് താങ്കളുടെയൊക്കെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി കുറെ വരും. ആ ഒരു ചതിക്കുഴി ചെന്ന് വീഴാതിരിക്കുക. പിന്നെ സത്യം എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക, അഹങ്കരിക്കാതിരിക്കുക. അഹങ്കാരം എന്ന് പറയുന്നത് എപ്പോഴും നാശത്തിന്റെ തുടക്കം തന്നെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അഹങ്കാരമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഡൗൺ ടു എർത്ത് ആയിക്കൊണ്ട് വാശിയൊക്കെ കളഞ്ഞുകൊണ്ട് ഞാൻ വയറി പിടിച്ചു, നാളെ ഞാൻ വേറെ പലയിടത്തും പിടിക്കുന്ന വീഡിയോ ഇടും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ എന്നൊരു ഒരു ബോഡി ലാംഗ്വേജ് ആണ്, മനസ്സിലായില്ലേ? രണ്ടാമത്തെ റീൽ കണ്ട കുറച്ചും കൂടി അമർത്തിയാണ്, കുറച്ചും കൂടി എക്സ്പോസർ ആണ്. അപ്പം നാളെ ഞാൻ നിങ്ങൾ ഈ പറയുന്ന കമന്റ് ഇടുന്തോറും അതിന്റെ അപ്പുറമായിട്ട് ഞാൻ ചെയ്യുമെന്നുള്ള വാശിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ റീൽസ് ചെയ്യുന്നതുകൊണ്ട് സിനിമയിൽ നമ്മുടെ എല്ലാ ഒരു പ്രശ്നം ആരും പറയില്ല. അപ്പൊ ഇതുപോലുള്ള മെയിൻ ആയിട്ട് ഈ അഹങ്കാരം നിർത്തുക എന്നുള്ളതാണ്, ഈ ധാർഷ്ട്യം നിർത്തുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.